ഗസ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായി. US മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ഹമാസ് അംഗീകരിച്ചില്ല. മാത്രമല്ല, വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ ഭേദഗതി വേണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും സംബന്ധിച്ച് വ്യക്തമായ ഭേദഗതി വേണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. കരാറിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു ഉറപ്പുമില്ലെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെ അവതരിപ്പിച്ച നിർദ്ദേശത്തോട് ഹമാസ് പോസിറ്റീവായാണ് പ്രതികരിച്ചത്. എന്നാൽ ഇസ്രായേലിലേക്ക് പോയ സംഘം ഭേദഗതി വരുത്തി. അതാണിപ്പോൾ തങ്ങൾക്ക് മുന്നിൽ വന്നത്. ഇതിലെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ലെന്നും ഹമാസ് അംഗം ബാസിം നെയിം അൽ ജസീറയോട് പറഞ്ഞു. ഗസയിൽ ശാശ്വതമായ വെടിനിർത്തൽ, ഇസ്രായേൽ സൈന്യത്തിൻ്റെ പൂർണ്ണമായ പിന്മാറ്റം, സഹായ വിതരണം ഉറപ്പാക്കൽ എന്നിവയാണ് ഹമാസിൻ്റെ പ്രധാന ആവശ്യങ്ങൾ. 18 ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾക്കൊപ്പം ജീവിച്ചിരിക്കുന്ന 10 ഇസ്രായേൽ ബന്ദികളെയും വിട്ടയക്കും. അതിനൊപ്പം കരാർ യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ പലസ്തീൻ തടവുകാരുടെ മോചനവും സാധ്യമാകുമായിരുന്നുവെന്നും ഹമാസ് പ്രതിനിധി കൂട്ടിച്ചേർത്തു. ഹമാസിൻ്റെ ആവശ്യം സ്വീകരിക്കാനാവില്ലെന്നാണ് US-ഉം ഇസ്രായേലും പറയുന്നത്. ശക്തമായ സൈനിക നടപടികളിലൂടെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുമെന്നാണ് ഇപ്പോൾ നെതന്യാഹു പറയുന്നത്. വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയതോടെ ഗസയിൽ കൂടുതൽ ആക്രമണം ശക്തമാക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നു. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രി ബെൻ ഗവിർ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇസ്രായേലിൻ്റെ നീക്കത്തിനെതിരെ ബന്ദികളുടെ ബന്ധുക്കളും രംഗത്ത് വന്നു. ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കാനാണ് നെതന്യാഹു സർക്കാരിൻ്റെ നീക്കമെന്നാണ് ബന്ധുക്കൾ കുറ്റപ്പെടുത്തുന്നത്. അതിനിടെ ഗസയിലെ ദുരിതാവസ്ഥയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ നടത്തിയ പരാമർശം ഏറെ ചർച്ചയാകുന്നു. ഈ ഭൂമിയിൽ എല്ലാവരും ഒരേപോലെ വിശന്നിരിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് ഗസയാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ വെളിപ്പെടുത്തൽ. പലസ്തീൻ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ക്ഷാമത്തിൻ്റെ ഭീഷണിയിലാണെന്ന് UN-ൻ്റെ ഏജൻസി വ്യക്തമാക്കി. ജനസംഖ്യയുടെ 100% ക്ഷാമത്തിൻ്റെ വക്കിലാണ്. ഗസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും UN ഏജൻസി വക്താവ് വിശദീകരിച്ചു. ഉപരോധം ഭാഗികമായി നീക്കിയതിനു ശേഷം 900 ട്രക്കുകൾ മുനമ്പിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ അനുവദിച്ചിരുന്നു. എന്നാൽ ഇതുവരെ 600 ട്രക്കുകൾ മാത്രമേ അതിർത്തിയിലെ ഗസ ഭാഗത്തേക്ക് ഇറക്കിയിട്ടുള്ളൂ. സുരക്ഷാ കാരണങ്ങളാൽ പ്രദേശത്തിനുള്ളിൽ വിതരണത്തിനായി കുറച്ച് ഷിപ്മെൻറ്റുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇസ്രായേലിൻ്റെ ഐക്യരാഷ്ട്രസഭാ അംബാസിഡർ ഡാനിയൽ മെറോൺ ഈ അവകാശവാദത്തെ നിഷേധിച്ചു. ഐക്യരാഷ്ട്രസഭാ ഏജൻസികൾ ഇസ്രായേലിനെ പൈശാചികമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. UN ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും എന്നാൽ ആവശ്യക്കാർക്ക് തങ്ങൾ സഹായം ഉറപ്പാക്കുന്നുണ്ടെന്നും മെറോൺ എക്സിൽ കുറിച്ചു. ഗസയിലെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ ദേർ അൽ ബലാഹിലെ ഒരു ഫീൽഡ് ആശുപത്രിയിലെ വെയർഹൗസിൽ സായുധ സംഘം റെയ്ഡ് നടത്തിയതായി UN വക്താവ് വെള്ളിയാഴ്ച പറഞ്ഞു. പോഷകാഹാരക്കുറവുള്ള കുട്ടികൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ, സാധനങ്ങൾ, മരുന്നുകൾ, പോഷക സപ്ലിമെൻറ്റുകൾ എന്നിവ സംഘം കൊള്ളയടിച്ചുവെന്നും വക്താവ് വ്യക്തമാക്കി.